പാലക്കാട് മലമ്പുഴ അയ്യപ്പൻപൊറ്റയിൽ ചെളിയിലകപ്പെട്ട കാട്ടുപോത്ത് ചത്തു. ഇന്ന് രാവിലെയാണ് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ കാട്ടുപോത്ത് അകപ്പെട്ടത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ചികിത്സ നൽകിയെങ്കിലും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. ഇന്ന് രാവിലെ ഏതാണ്ട് 11 മണിയോട് കൂടിയാണ് മലമ്പുഴയിലെ ഈ അയ്യപ്പൻപൊറ്റ എന്ന് പറയുന്ന പ്രദേശത്തെ ഒരു സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ ഈ കാട്ടുപോത്ത് ചളിയിൽ പൂണ്ടുപോകുന്നത്. പിന്നീട് ഉടൻ തന്നെ ഇവിടേക്ക് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഒപ്പം നാട്ടുകാരും ഒക്കെ എത്തി ഈ കാട്ടുപോത്തിനെ പുറത്തേക്ക് എടുക്കുകയും ചെയ്തിരുന്നു. അതിന് വേണ്ട എല്ലാ പരിചരണവും നൽകുകയും ചെയ്തു. പക്ഷേ ഈ കാട്ടുപോത്തിനെ രക്ഷിക്കാൻ സാധിച്ചില്ല. അല്പസമയം മുൻപാണ് ഇത് ചത്തുപോയത്. പൂർണ്ണമായും അവശ നിലയിലായിരുന്നു കാട്ടുപോത്ത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ ആവശ്യമായ എല്ലാ ചികിത്സകളും ഇവിടെ സൗകര്യങ്ങളൊക്കെ ഒരുക്കി നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിന്റെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചിട്ടില്ല. ഏതായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ ഇപ്പോഴും ഇവിടെ തുടരുന്നുണ്ട്. അവരോട് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ ഡിഎഫ്ഒ നമുക്കൊപ്പം ചേരുന്നുണ്ട്. എന്താണ് സാർ ഇവിടെ യഥാർത്ഥത്തിലുണ്ടായ ഈ കാട്ടുപോത്ത് ഇവിടെ വന്ന് ചളിയിലാകപ്പെടുമായിരുന്നു? അതെ, കാട്ടുപോത്ത് വന്നിട്ട് ഇവിടെ തൊട്ടടുത്തുള്ള ഒരു ചതിപ്പ് പോലത്തെ ഒരു ചെറിയ ചെളി ഇതിലാണ് അകപ്പെട്ടു പോയത്. അപ്പൊ അത് കുറച്ച് നേരം 1-2 മണിക്കൂർ അവിടെ ഉണ്ടായിരുന്നു. രാവിലെയാണ് നമ്മുടെ സ്റ്റാഫിന് ഇത് അറിയാൻ കഴിഞ്ഞത്. സ്റ്റാഫ് അപ്പൊ തന്നെ സ്ഥലത്ത് വന്ന് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. വെറ്റിനറി ഡോക്ടറും വന്നിരുന്നു, റേഞ്ച് ഓഫീസറും ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മാക്സിമം നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ മറ്റേ കൂടുതൽ എക്സേർഷൻ കാരണം അത് ക്ഷീണിതനായിരുന്നു. അപ്പൊ നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുത്തു. ട്രീറ്റ്മെന്റിന്റെ ഇടയിലാണ് അത് കൊളാപ്സ് ചെയ്തത്. ഏതായാലും ഇത് ചളിയിൽ പൂർണ്ണമായും ആവശ്യ നിലയിലായിപ്പോയി എന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ ഇടയ്ക്കിടെ ഇത്തരത്തിൽ ഈ കാട്ടുപോത്തിന്റെ ഒക്കെ സാന്നിധ്യം ഉണ്ടാകാറുണ്ട് എന്നുള്ളത് നാട്ടുകാരും പറയുന്നുണ്ട്. പക്ഷേ ഇത് ആദ്യമായാണ് ഇത്തരത്തിൽ ചളിയിൽ പൂണ്ട നിലയിൽ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. ഏതായാലും വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ കൃത്യമായ പരിചരണമൊക്കെ കൊടുത്തിരുന്നു, കൃത്യമായ രക്ഷാപ്രവർത്തനങ്ങളൊക്കെ നടത്തുകയും ചെയ്തിരുന്നു. പക്ഷേ ഇതിനെ രക്ഷിച്ചെടുക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഇവിടെയുള്ള ആളുകളും ഈ ഒരു കാര്യത്തിൽ ഇവിടെ നിരന്തരം കാട്ടുപോത്തുകളൊക്കെ തന്നെ വരുന്നുണ്ട് എന്നുള്ളൊരു കാര്യം പറയുന്നു. ഇവിടേക്ക് വീണ്ടും ഇങ്ങനെ വരുന്നത് ഒരു ചെറിയ ഭയപ്പാട് ആളുകളിലും ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ്. രാവിലെ ഇവിടെയുള്ള ജോലിക്കാരാണ് ഇത്തരത്തിൽ ഈ കാട്ടുപോത്തിനെ ആദ്യമായി കാണുന്നത്. പിന്നീട് വനംവകുപ്പിനെ വിവരം അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെ എത്തി ഈ പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഏകോപിപ്പിക്കുകയും ചെയ്തത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ ഇതിന്റെ ജഡം ഇവിടെ നിന്നും മാറ്റും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. ക്യാമറ പേഴ്സൺ ഷിജു ചിറ്റൂറിനൊപ്പം നന്ദഗോപാൽ, മീഡിയ 1, പാലക്കാട്.